തണുപ്പാണല്ലോ, അല്പം ജലദോഷവും ചുമയൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചുക്ക് ചേർത്ത ഒരു കരിപ്പട്ടി കാപ്പിയും കുടിച്ച് പുതച്ചു മൂടി കിടന്നു. അപ്പോഴാണ് ഓർത്തത്, ഷിടാ മോദിയെ കുറിച്ച് ഒരു പ്രശംസാവചനം നമുക്ക് ട്വിറ്ററിൽ, പഴയ ട്വിറ്റർ എക്സിൽ കൊടുക്കണമല്ലോ. അപ്പൊ തന്നെ എഴുന്നേറ്റ് മോദിയുടെ 4 ചിത്രങ്ങൾ, ഈ ഗോയങ്ക സ്മാരക പ്രസംഗം നടത്തുന്നതിന്റെ 4 ചിത്രങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തെ അട്ടിമൂട്ടി പ്രകീർത്തിച്ചുകൊണ്ട് ഒരു കുറിപ്പ് എക്സിൽ പോസ്റ്റ് ചെയ്തു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ചേർന്നുകൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെയാണ് ശശി തരൂർ എക്സിൽ ഈ പോസ്റ്റ് ഇട്ടതെന്ന് ഡൽഹിയിലെ ചില മാപ്രകള് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പോസ്റ്റിംഗ് കഴിഞ്ഞ ഉടനെ ഒരു കപ്പ് കരിപ്പട്ടി കാപ്പിയുടെ കുടിച്ചിട്ട് അദ്ദേഹം കിടന്ന് ഉറങ്ങുകയും ചെയ്തു. ഈ അടുത്ത കാലത്ത് നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇന്ത്യൻ രൂപയേക്കാൾ ഏറ്റവും വിലയിടിഞ്ഞ ഒരു നാണയമാണ് ശശി തരൂർ. 2009 അദ്ദേഹം വരുമ്പോൾ എന്തൊക്കെയായിരുന്നു? പ്രഭാഷകൻ, ബുദ്ധിജീവി, ചിന്തകൻ, എഴുത്തുകാരൻ, അങ്ങനെ വലിയൊരു പരിവേഷവുമായിട്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കാനായിട്ട് വരുന്നത്. UN അദ്ദേഹം അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്നു. 19 അണ്ടർ സെക്രട്ടറി ജനറൽമാരുണ്ട്. അദ്ദേഹം ഈ പബ്ലിക് റിലേഷൻസിന്റെയും കമ്മ്യൂണിക്കേഷന്റെയും ഒക്കെ ചുമതല വഹിച്ചിരുന്ന അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്നു. സാധാരണ UN അണ്ടർ സെക്രട്ടറി ജനറലായി വിരമിച്ച ഒരാൾക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ പ്രാധാന്യമാണ് ശശി തരൂറിന് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, തിരുവനന്തപുരത്ത് ലഭിച്ചത്. അങ്ങനെയാണ് അദ്ദേഹം അനായാസം MP ആയത്. പക്ഷെ അദ്ദേഹം ഇപ്പോഴ് എണ്ണം പറഞ്ഞ ഒരു സ്തുതിപാഠകനായി, മോഡിയുടെ, BJP യുടെ, അവരുടെ സർക്കാരിന്റെ ഒരു വാഴ്ത്തുപാട്ടുകാരനായി മാറിയിരിക്കുകയാണ്.